രാജുവേട്ടനെ അറസ്റ്റ് ചെയ്തു. ഞാൻ നിന്നോട് എത്ര തവണ ചോദിച്ചതാ രാജേട്ടൻ എന്റെ ഏട്ടന് സംശയം ഉണ്ടോന്ന്. സത്യം എനിക്കൊന്നും അറിയില്ല ഭാമേ. കഴിഞ്ഞ ദിവസം കൂടി രാജേട്ടൻ പറഞ്ഞതാ കൈമലുണ്ടാക്കുന്ന ഒച്ചയും ബഹളം ഒന്നും കൂട്ടാക്കില്ലാന്ന്. പിന്നെ എങ്ങനെ മനസ്സ് മാറി എന്റെ ഏട്ടനെ അറസ്റ്റ് ചെയ്യാൻ? എത്ര രൂപ കൊടുത്തു കൈമള് എന്റെ ഏട്ടനെ അറസ്റ്റ് ചെയ്യാൻ? അനാവശ്യം പറയരുത്. എന്റെ ഏട്ടൻ അത്രക്കാരനല്ല. പിന്നെ എന്തിനാ എന്റെ ഏട്ടനെ അറസ്റ്റ് ചെയ്തേ? ഇറക്കി വിടാൻ പറ. ഇപ്പൊ ഇറക്കി വിടണം. കൈമളല്ല അവന്റെ അപ്പുറത്തോ എന്ന് പറഞ്ഞാലും ഞാൻ വഴങ്ങില്ല. എനിക്കും കൂടി ബോധ്യപ്പെട്ട കാര്യങ്ങളെ ഞാൻ എപ്പോഴും ചെയ്യാറുള്ളൂ. നിന്റെ ഏട്ടൻ അത്ര യോഗ്യനാണെങ്കിൽ എന്തിനാണ് ആ സമയത്ത് ആ സ്ത്രീയുടെ വീട്ടിൽ പോയത്? അയക്കറിഞ്ഞൂടെ അവരാരാണെന്നുള്ളത്? സാർ, എന്താടോ? കൈമൾ സാർ വന്നിട്ടുണ്ട്. സാറിനെ അത്യാവശ്യമായിട്ട് കാണണമെന്ന്. ഓ, ഇത് മാല, ഇത് ഓക്കെ, ഇത് രണ്ടും കോസ്റ്റ്ലിയാ. ഇത് മാലയും പൊക്കെയാന്നുള്ളത് മനസ്സിലായി. എന്താണ് ഇതിന്റെ ഉദ്ദേശം? ഈ സ്റ്റേറ്റിൽ 445 DGP-മാരുണ്ട്. അതിന്റെ ഇരട്ടി IG-മാരും ഉണ്ട്. അതിന്റെ 5 ഇരട്ടി SP-മാരും DYSP-മാരും ഉണ്ട്. പിന്നെ 900 വരുന്ന ഇൻസ്പെക്ടർമാരും പോലീസുകാരും. അതിലാകെ ഒരു SI, ഞങ്ങളുടെ SI രാജൻ സാർ. ഡബിൾ ചങ്കൻ. നമ്മുടെ രാജൻ ആള് സിംഹക്കുട്ടിയാ കേട്ടോ. അല്ലാതെ ആർക്ക് ധൈര്യം വരും പറമ്പത്ത് രാജു എന്ന ഈ ഭൂലോക റാസ്കലിനെ അറസ്റ്റ് ചെയ്തിലാക്കപ്പെടാൻ? കൈമളെ, ഇന്ന് ഞാൻ ഇതിനകത്ത് തന്നെ ആയിരിക്കില്ല. താൻ ഓർത്തോ? കേട്ടില്ലേ സാർ, കേട്ടില്ലേ എന്റെ അഹങ്കാരം? വെറുതെ അല്ലല്ലോ, അയാളുടെ അണ്ണാക്കിനിട്ട് കുത്താൻ പോയിട്ടില്ലേ? പോലീസിന്റെ ഗുണ്ടായിസ് അവസാനിപ്പിക്കുക. SI രാജൻ നീതി പാലിക്കുക. പോലീസിന്റെ ഗുണ്ടായിസ് അവസാനിപ്പിക്കുക. SI രാജൻ നീതി പാലിക്കുക. പോലീസിന്റെ അതിക്രമം അവസാനിപ്പിക്കുക. പോലീസിന്റെ അതിക്രമം അവസാനിപ്പിക്കുക. പോലീസിന്റെ ഗുണ്ടായിസ് അവസാനിപ്പിക്കുക. SI രാജന്റെ ഗുണ്ടായിസ് അവസാനിപ്പിക്കുക. ഈ കൂട്ടത്തിൽ നല്ല മുഖപരിചയമുള്ളവരുണ്ട്. പലരെയും പേര് പറഞ്ഞു അറിയാം. അതുകൊണ്ടാണ് മര്യാദയുടെ ഭാഷ പറയുന്നത്. പിരിഞ്ഞു പോണം. രാജുവേട്ടനെ വിട്ടേക്കാൻ ഞങ്ങൾ പോയില്ല. രാജുവേട്ടനെ കൊണ്ടല്ലാതെ ഞങ്ങൾ പോയില്ല. ഞാൻ പറയാം. പറഞ്ഞത് നിയമം അനുസരിച്ചാണ് ഞങ്ങൾ അയാളെ അറസ്റ്റ് ചെയ്തത്. നിയമത്തിലൂടെ അല്ലാതെ അയാളെ വിട്ടടക്കാൻ പറ്റില്ല. മര്യാദക്ക് നിങ്ങൾ പിരിഞ്ഞു പോകണം. പിരിഞ്ഞു പോകാൻ ചില രാഷ്ട്രീയക്കാര് ബലം പ്രയോഗിച്ച് സ്റ്റേഷനിൽ നിന്ന് പ്രതികളെ ഇറക്കി കൊണ്ടുപോയ വാർത്ത കേട്ട് ആവേശം കൊണ്ടിട്ടാണ് വന്നിട്ടുള്ളതെങ്കിൽ ആർക്കാണ് രാജുവിനെ വേണ്ടത്? കൊണ്ടുപോയി വേണം. ഇത് നമ്മുടെ SI രാജൻ സാറിനെ പോലെ ഉണ്ടല്ലോ. കുറച്ച് സാമ്യമുണ്ട്. കുറച്ചൊന്നുമല്ല, നല്ല സാമ്യമുണ്ട്. ഇതേതാടാ ഈ അപൂർവ ജീവി? ഞാൻ ഗുണ്ടയാണ്. എന്റെ പേര് കേട്ടാൽ നിങ്ങൾ ഞെട്ടും. പ്രായിക്കരാപ്പി അലർജി ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇത് വച്ചേക്കണത്. ഞാനും ഗുണ്ടയാണ്. എനിക്ക് അലർജി ഇല്ല. അയ്യോ, നീ പോയി ചോദിക്കുക ആരാണ് എന്താണെന്നൊക്കെ. എനിക്ക് വയ്യ, ആശാൻ തന്നെ ചോദിക്കും. എന്നാ ഞാൻ തന്നെ ചോദിക്കില്ല. അവരിങ്ങോട്ട് വരുന്നില്ല. ഈ പോലീസ് സ്റ്റേഷൻ എവിടാ? നീ ആരാ? എവിടെന്നാ വരവ്? അത് ശരി. അപ്പൊ ഞങ്ങളെ മനസ്സിലായില്ല. ഞങ്ങളല്ലേ ഇപ്പൊ ഇവിടെ വന്നത്? നിങ്ങളായിരുന്നു. കണ്ടിട്ടാകെ ഒരു കള്ള ലക്ഷണം ഉണ്ടല്ലോ. പറ, നിങ്ങളൊക്കെ ആരാ? എന്തിനാ വന്നേ? എന്തിനാ ഇവിടെ വന്നതെന്ന്? അതെ, ഞങ്ങളൊക്കെ പേര് കേട്ട ഗുണ്ടകളാ. ഉദ്ദേശം എത്ര പേര് കേട്ട് കാണും? കൃത്യമായിട്ടുള്ള കണക്ക് ഞങ്ങൾ പറഞ്ഞുതരാം. തൊമ്മി, പിടിച്ച് കേരള വണ്ടിക്കകത്തേക്ക്. ഞങ്ങളൊന്ന് ഇക്കിളിയാക്കാൻ കൊണ്ടുപോവാ. ചെറ്റ 5 മിനിറ്റിന് നാറിക്ക് 500 രൂപ. അറിഞ്ഞു തന്നെ 500 പേരിട്ടത്. ഒടുക്കത്തെ തീവട്ടിക്കൊള്ളാം. അപ്പി, എന്താ പറഞ്ഞത്? ഉദ്ദേശിച്ച ആള് ലോക്കപ്പിൽ കിടക്കുക. 5 മിനിറ്റ് അവനോട് സംസാരിക്കാൻ രൂപ 500 പിടുങ്ങുക. ഏയ്,
ആരെ കാണാനാ? ആകെ ഒരാളല്ലേ ഉള്ളൂ ഇതിനകത്ത്, പറമ്പത്ത് രാജു. പറമ്പത്ത് രാജു. ഞങ്ങളയാളെ കാണുന്നതുകൊണ്ട് തനിക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഏയ്, ഒരു ബുദ്ധിമുട്ടുമില്ല. അല്ല, എന്തിനാ അവനെ കാണണേ? നിങ്ങൾ ആരാ? അറിയണോ? അറിയണോ? ഏയ്, എനിക്കറിയേണ്ട ആവശ്യമില്ലല്ലോ, നിങ്ങൾക്കറിയാലോ. പറ കുട്ടാ. കുട്ടനല്ല, പ്രായിക്കരാപ്പി. അയ്യേ, അതെന്റെ പേരാ. ഇവിടെ വല്ല ലോഡ്ജും കിട്ടുമോ? ലോഡ്ജോ? ഈ ഓണം കയറാൻ മൂലല്ലോ. അതെ, ലോഡ്ജ് സംഘടിപ്പിച്ച് തന്നാ മതി. ഓണം, വിഷു, സംക്രാന്തിയൊക്കെ ഞങ്ങള് വിളിച്ച് കയറ്റിക്കോളാം. അപ്പൊ അതിനായിരുന്നല്ലേ. വീട് വേണമെങ്കിൽ നോക്കാം. ശരി, വീടെങ്കിൽ വീട്. അതെ, ഈ രാജുവിന്റെ ആരായിട്ട് വരും നിങ്ങൾ? ഇയാളുടെ കുഞ്ഞമ്മയുടെ മാപ്പിളയായിട്ട് വരും. കൈയെടുക്കണോ? ഞങ്ങളെ കുറച്ച് ദിവസം ഇവിടെ ഉണ്ടാകും. ആ മരണവുമായി എനിക്ക് ഒരു ബന്ധവുമില്ല. എന്റെ അനിയത്തിക്കൊപ്പം ഞാൻ ആ പെൺകുട്ടിയെ കാണുന്നത്. വർഷങ്ങളായി എന്റെ തൊട്ടടുത്ത വീട്ടില്. വേണ്ട, തന്റെ പഴംപുരാണൊന്നും എനിക്ക് കേൾക്കണ്ട. താങ്ക ഒന്നോ പെണ്ണ് ചെത്തോന്ന് അന്വേഷിക്കാൻ വേണ്ടി വന്നതല്ല ഞാൻ. തന്നെ ഈ കേസിൽ നിന്ന് ഊരിയെടുക്കാൻ തന്റെ പാർട്ടി തന്നെ എന്നെ കൂടെ അയച്ചതാ. നിങ്ങൾ ആരാ? ചോദിച്ച പണം പാർട്ടിയും തന്നിട്ടുണ്ട് തന്നെ രക്ഷിക്കാൻ. അത്ര മനസ്സിലാക്കിയാ മതി. തന്നെ എന്നാ കോടതി കൊണ്ടുവന്നു? കോടതിയിൽ നിന്ന് ഇപ്പൊ വന്നതേ ഉള്ളൂ. ചോദ്യം ചെയ്യാൻ കുറെ ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡി വിട്ടുകൊടുത്തിരിക്കുക. സമയമായി, ഒന്ന് വേഗം പോ. ഇവിടെ തന്നോടല്ലേ പറഞ്ഞത്? ദൈവമേ, എനിക്ക് വയ്യ. പോകാൻ പറഞ്ഞില്ലേ? സാറ് വന്ന് ഞാൻ എന്ത് പറയും? ആരുടെ അവര്? അത് പിന്നെ എനിക്കറിയില്ല. ലോക്കപ്പിൽ കിടക്കുന്നവനെ കാണാൻ ആരാ അവർക്ക് അനുവാദം കൊടുത്തെന്ന്? അത് പിന്നെ അടുത്ത സുഹൃത്തുക്കളാണ്. അനാവശ്യമായി അല്ല അത്യാവശ്യമായി കാണണമെന്ന് പറഞ്ഞപ്പോ താൻ കയറി സമ്മതിച്ചു അല്ലേ? എത്ര ഒപ്പിച്ചോടോ ഈ ഉപകാരത്തിന്? ഇവർക്ക് അനുവാദം കൊടുത്തത് തീരെ ശരിയായില്ല. തെറ്റ് എന്റെ സഹപ്രവർത്തകരുടെ ഭാഗത്തായി പോയി. വേഗം പോയിക്കോ. എന്താ തന്റെ പേര്? രാജാമണി. ചാലമണി എന്നും പറയും. ചാളമണിയോ? എന്താ തന്റെ തൊഴില്? സാറുമാർക്കൊന്നും ഇഷ്ടപ്പെടുന്ന തൊഴിലല്ല എന്റേത്. താനെന്തിനാ അവനെ കണ്ടത്? ഇവിടെ ഒരു പ്രമാണി നിർബന്ധിച്ചപ്പോ സാറൊരു കള്ളക്കേസ് ഉണ്ടാക്കി. അതിൽ നിന്ന് ഇവനെ ഊരിയെടുക്കാനാ ഞാൻ വന്നത്. എന്താ പറഞ്ഞത്? രക്ഷിക്കാനാ വന്നതെന്ന്. നീ രക്ഷപ്പെടുത്തുവോ? അയ്യോ, ഉറപ്പായിട്ടും. അണ്ണനേറ്റാൽ അത് നടന്നിരിക്കും. എന്നാ കാണാ അവനെ രക്ഷിക്കുന്നത്. ചെന്ന് രക്ഷിക്കടാ, കാണട്ടെ. വേണ്ട, തൊട്ട എന്ത് ചെയ്യൂടാ? ഞാനൊന്നും ചെയ്യില്ല സാർ. പക്ഷേ എപ്പോഴും എന്റെ ഈ കൈ ഞാൻ പറഞ്ഞ കേക്കില്ല. അതാ കുഴപ്പം. പിന്നെ ഈ 1.5 പിച്ചളുടെ തിളക്കത്തില് പോകാവുന്ന ദൂരത്തിനൊക്കെ ഒരു പരിധിയില്ലേ? അതിനും അപ്പുറം ഉണ്ടല്ലോ കാര്യങ്ങള്. വന്ന ജോലി തീർത്തിട്ട് ഞാൻ പോവും. അപ്പീ വടാ. എന്നാ പിന്നെ ഞങ്ങള് പോട്ടെ. ഇറങ്ങി പോടെ. മണി, എന്നാ നമുക്ക് പോവാം.